ആൽവിൻ, തുടക്കത്തിൽ തന്നെ പാലക്കാട് ചർച്ചയാകുന്ന ഒരു കാര്യം, അവിടെ ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്നതിലൊക്കെ ഉപരി പ്രതിപക്ഷത്തെ വിലയിരുത്തുന്ന ഒരു വിധിയായിരിക്കും പാലക്കാട് നിന്ന് വരുന്നത് എന്ന ചർച്ചയായിരുന്നു നമ്മൾ പ്രചരണത്തിലുടനീളം കണ്ടത്. അതിൽ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോരുകൾ, കോൺഗ്രസിനകത്തെ മുറുമുറുപ്പ്, ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാക്കി നിർത്താനാണ് അവിടെ ഇടതുപക്ഷം ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും മാധ്യമങ്ങളും ഒരു ഘട്ടം വരെ അതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതും. അതിന് കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്നും ഉണ്ടാവുകയും ചെയ്തു. കെ മുരളീധരൻ്റെ പ്രതികരണം അടക്കം, തൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാകില്ല എന്ന പ്രതികരണം, ഒപ്പം കത്ത് വരുന്നു, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഫലം വരുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു വിലയിരുത്തലാകും എന്ന് നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷം കുറച്ചുകൂടി കെട്ടുറപ്പുള്ളതാണ് എന്ന ഒരു സന്ദേശമായിരിക്കും നൽകുക, അല്ലേ? തീർച്ചയായും പ്രതിപക്ഷത്തിന് വലിയ ഊർജ്ജം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് പാലക്കാട്ടെ എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകും. കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിൽ പറഞ്ഞിരുന്നു, പാലക്കാട്ടെ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അതുതന്നെയായിരുന്നു ആ വിജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടക്കമുള്ള ആളുകൾ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ച കൂടി നമ്മളൊന്ന് കാണിക്കുകയാണ്. രാഹുലിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തുകയാണ്. രാഹുലിൻ്റെ അമ്മ രാഹുലിനായി ഇന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. അമ്മയെ കണ്ടുമുട്ടാനായിട്ടാണ് ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് രാഹുൽ എത്തിയത്. ജയം ആയ ശേഷം, അല്ലെങ്കിൽ MLA എന്ന നിലയിൽ രൂപത്തിൽ എത്തുകയാണ് രാഹുൽ. ഫ്ലാറ്റിൽ ആളുകൾ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് മുകളിലേക്ക് കയറി അമ്മയെ കാണും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ എന്തായാലും വലിയൊരു വിജയം തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉണ്ടായതെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. കാര്യം പ്രത്യേകമായി അവർ പറഞ്ഞിരുന്നത് നഗരസഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർ കഴിയുമെന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ കോട്ടകൊത്തളങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ അവർ വലിയ വിജയത്തിലേക്ക് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഭൂരിപക്ഷം പോലും വ്യക്തമാക്കുന്നത്. അവർ നേരത്തെ തന്നെ പോളിംഗിന് ശേഷം തന്നെ അവർ അത് പറഞ്ഞിരുന്നു. നഗരസഭാ മേഖലയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും, BJP വോട്ടുകൾ ക്രമാനുഗതമായി ഇടിയുമെന്നുള്ളത് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആദ്യത്തെ 2 റൗണ്ടുകൾ പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് BJPക്ക് ലീഡ് വരുത്തിയിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് UDFൻ്റെ ലീഡാണ് നമ്മൾ കണ്ടത്. അങ്ങനെ BJPയുടെ ലീഡ് തകർത്തുകൊണ്ട്, അല്ലെങ്കിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇടിച്ചു കയറിക്കൊണ്ടാണ് UDFൻ്റെ ഒരു മുന്നേറ്റം പാലക്കാടിൻ്റെ നഗരസഭാ മേഖലയിൽ എത്തിയത്. പിന്നീട് എത്തുന്നത് പിരായിരി പഞ്ചായത്തിലേക്കാണ്. പിരായിരി പഞ്ചായത്ത് എന്ന് പറയുന്നത് UDFൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. ആ പഞ്ചായത്തിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതും ഈ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണാടിയിലും മാത്തൂരുമാണ് ചെറിയ തോതിൽ 300 ചില്ലുവാനും വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് 2 സ്ഥലങ്ങളിലും LDFന് ലീഡ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായത് ന്യൂനപക്ഷ വോട്ടുകൾ. അതിൽ ന്യൂനപക്ഷ വോട്ടുകളൊക്കെയും വളരെ കൃത്യമായി ഏകീകരിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ UDFന് വീണിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ, അത് BJPക്ക് വരേണ്ട വോട്ടുകൾ പലതും UDFിലേക്കും LDFിലേക്കും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിലധികവും UDFിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കറക്റ്റായി പറഞ്ഞാൽ നഗരസഭയിൽ 4590 വോട്ടിൻ്റെ ലീഡാണ് UDFിനുള്ളത്. പിരായിരി പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അത് 6118 വോട്ടിൻ്റെ ലീഡാണ്. മാത്തൂരിൽ 397 വോട്ടിൻ്റെ ലീഡ് LDFിനും, കണ്ണാടിയിൽ 393 വോട്ടിൻ്റെ ലീഡ് LDFിനും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 18840 വോട്ടിൻ്റെ ഉജ്ജ്വല വിജയമാണ് പാലക്കാട്ടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. ലക്ഷ്മി, പാലക്കാട്ടെ കാര്യം വിലയിരുത്തിയാൽ ആൽവിൻ, അവിടെ ആത്യന്തികമായി നഷ്ടമുണ്ടായിരിക്കുന്നത് BJPക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. സരിന്റെ സ്ഥാനാർത്ഥിത്വം അത് അവിടെ LDFന് വലിയ തോതിൽ മേൽക്കൈ നേടിക്കെടുക്കുന്ന ഒരു നിലയിലേക്ക് സരിനൊരു മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരുമല്ലേ? നിശ്ചയമായും ഈ ഘട്ടത്തിൽ LDFിൻ്റെ ആ വിലയിരുത്തൽ ശരിയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം വോട്ടിംഗ് കണക്കുകൾ വരുമ്പോൾ അതുതന്നെയാണ് വെളിവാക്കുന്നതും. ഏതായാലും 3-ം സ്ഥാനത്താണ് LDF എങ്കിലും BJPയുമായി ഏതാണ്ട് 2090 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് സരിൻ സ്ഥാനാർത്ഥിയായി വരുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നാണ് LDFിൻ്റെ വിലയിരുത്തലുള്ളത്. 39,549 വോട്ട് 2-ം സ്ഥാനത്ത് NDAക്ക് എത്തുമ്പോൾ 37,293 വോട്ടുകൾ നേടി
നേടിയാണ് LDF എത്തുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ 2090 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇരുവരും തമ്മിലുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ മാത്തൂർ പഞ്ചായത്തിലേക്ക് എണ്ണുമ്പോൾ കണ്ണാടിയിലേക്ക് എത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ BJP മൂന്നാമത് പോകുമോ എന്ന് പോലും BJP പാളയം ആശങ്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെയും സാധ്യമായത് സ്വാഭാവികമായും സന്നിധ സ്ഥാനാർത്ഥിത്വവും അവരുടെ ചിട്ടയായ പ്രവർത്തനവും അവരുടെ ചിട്ടയായ പ്രചാരണ പരിപാടികളും തന്നെയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പാളയം വിട്ട് പാളയം മാറി ചെന്ന സരിനെ ഒരു പരിധിയിലെങ്കിലും വോട്ട് കൂട്ടാൻ കഴിഞ്ഞു പാലക്കാട്ട് എന്നുള്ളത് വലിയ ആത്മവിശ്വാസം അവർക്ക് നൽകുന്നുണ്ട്. LDFന് അത് പറഞ്ഞു നിൽക്കാൻ കഴിയുമെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സ്വാഭാവികമായും LDFന്റെ വരുന്ന ദിവസങ്ങളിലുള്ള വിലയിരുത്തലിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയാകും. കൂടുതൽ ദൃശ്യങ്ങൾ ഉറപ്പായും ആൽവിന് നമ്മളിലേക്ക് എത്തിക്കാനുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അമ്മയെ കാണാനായി ഫ്ളാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട്, ആ വിവരങ്ങൾ എത്തിക്കേണ്ടതുണ്ട്.